ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് പായസമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. സാധാരണ നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന പായസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്നിവിടെ ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന, കഴിക്കാൻ നല്ല രുചിയുള്ള നുറുക്ക് ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന ഈ ഒരു പായസം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. നുറുക്ക് ഗോതമ്പ് ഒരു 2-3 ടൈപ്പിലുള്ളതുണ്ടല്ലോ. സാധാരണ ഗോതമ്പ് കഞ്ഞിയൊക്കെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സെയിം ഗോതമ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ ഗോതമ്പ് ഒരു 3-4 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ഗോതമ്പ് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഗോതമ്പ് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് കുക്ക് ചെയ്തെടുക്കണം. ഗോതമ്പ് കുക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 4 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഗോതമ്പ് കുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരമാണ് ഗോതമ്പ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും ഗോതമ്പ് പാകത്തിന് കുക്കായി വന്നിട്ടുണ്ടാകും. ഗോതമ്പ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ കുക്കറിൽ നിന്ന് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. കുക്കർ തുറന്ന് നോക്കാം. ഗോതമ്പ് വെന്ത് കുഴഞ്ഞു പോകാതെ കറക്റ്റ് പാകത്തിന് നമുക്കിവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഗോതമ്പ് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത 4 കപ്പ് വെള്ളം കറക്റ്റ് പാകത്തിനുള്ളതായിരുന്നു. പായസത്തിന് വേണ്ടിയിട്ട് ഗോതമ്പ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ വെന്ത് കുഴഞ്ഞു പോകാതെ വേണം കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഞാൻ ഈ കുക്കറിൽ തന്നെയാണ് പായസം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1 ലിറ്റർ പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാത്ത ഫുൾ ഫാറ്റ് മിൽക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അടിക്ക് പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൂടെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. നമ്മൾ പാൽ ഒഴിച്ചതിന് ശേഷം ഗോതമ്പിൻ്റെ കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടച്ചു കൊടുക്കണം. ഇതിലിപ്പോൾ കട്ടകളൊന്നുമില്ല. നമ്മളിവിടെ കറക്റ്റ് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഗോതമ്പ് വേവിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒട്ടും കട്ടയില്ലാതെ നമുക്ക് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുറുക്കിയെടുക്കണം. നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ വെള്ളം വറ്റി വരണം. അതുപോലെ തന്നെ പാലും പഞ്ചസാരയും ഗോതമ്പിൽ നല്ലതുപോലെ പിടിച്ചു വരണം. അതുവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇവിടെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഇനി നമുക്കൊരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മളിത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര മുഴുവനും മെൽറ്റായി വരുമ്പോൾ നമുക്കിത് ഇളക്കി കൊടുത്താൽ മതി. പഞ്ചസാര ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ബട്ടറിന് പകരം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര കാരമലൈസ് ചെയ്യുന്ന ടൈമിൽ ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഗ്യാസ് ഫ്ലെയിം കൂട്ടി വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ ഇത് ഒരു ഡാർക്ക് കളറിലേക്ക് മാറും. ഇത് കൂടുതൽ ഡാർക്ക് കളറിലേക്ക് പോകരുത്. കൂടുതൽ ഡാർക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ പായസത്തിന് ഒരു കയ്പ്പ് രസം ഫീൽ ചെയ്യും. ഇപ്പോൾ ഇവിടെ പഞ്ചസാര കറക്റ്റ് പാകത്തിന് കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് മുഴുവനും ഒരുമിച്ച് തന്നെ ചേർത്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് തെറിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പായസം പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. പായസം കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം നമ്മൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 1/4 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തു.
അങ്ങനെ ടോട്ടൽ 1.25 കപ്പ് പഞ്ചസാരയാണ് പായസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ മധുരം കറക്റ്റ് പാകത്തിനാണുള്ളത്. ഈ ഒരു ടൈമിൽ മധുരം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പായസത്തിൻ്റെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ 7 ഏലക്കായാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്ത് നമ്മുടെ പായസം ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈനലി നമ്മുടെ ഈ ടേസ്റ്റി പായസത്തിലേക്ക് നെയ്യിൽ കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നുറുക്ക് ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന ഈ ഒരു ടേസ്റ്റി പായസം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്